ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ആറിൽ ഒരാൾ കെ.പി.സി.സി അധ്യക്ഷൻ. ദീപയുടെ കൂടിക്കാഴ്ച. ഈ പേരുകൾ മനസ്സിൽ വെച്ച് കോട്ടയം. ഈ 6 പേരിൽ ഒരാൾ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ മാറിയാൽ ആ സ്ഥാനത്തേക്ക് വരുമോ? എം.പിമാരായ അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, എം.എൽ.എമാരായ റോജി എം. ജോൺ, സണ്ണി ജോസഫ് എന്നിവർ ഉൾപ്പെടുന്ന പാനലാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയത്. ഇനി നിർണായകം എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ.പി.സി.സി ഭാരവാഹികളുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ്. ഇക്കുറി ഹൈക്കമാൻഡ് ആരെയും നിർദ്ദേശിക്കുന്നില്ല. പേര് സംസ്ഥാനത്ത് നിന്ന് തന്നെ ഉയരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഈ 6 പേരുകൾ മനസ്സിൽ വെച്ചാണ് ദീപാദാസ് മുൻഷി കെ.പി.സി.സി ഭാരവാഹികളെ ഒറ്റക്കൊറ്റയ്ക്ക് കാണുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേതാക്കളുടെ അഭിപ്രായം കണക്കിലെടുത്താവും അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം നീങ്ങുക. അതേസമയം 6 പേരും ജനപ്രതിനിധികളാണ്. പാർട്ടിയിൽ ഒരാൾക്ക് ഒരു പദവി വ്യവസ്ഥ നിലനിൽക്കുന്നുമുണ്ട്. അടൂർ പ്രകാശ് മികച്ച സംഘാടകൻ, തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ വിദഗ്ധൻ. കൊടിക്കുന്നിൽ സുരേഷ് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ദലിത് മുഖം. കഠിനാധ്വാനി, വിശ്രമമില്ലാത്ത പ്രവർത്തനം. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പലതവണ പരിഗണിക്കപ്പെട്ടു. ആന്റോ ആന്റണി തീവ്ര നിലപാടുകളില്ലെങ്കിലും നിഷ്പൃത പോരാളി, മികച്ച സംഘാടകൻ. വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചാർജുണ്ടായിരുന്ന ആന്റോ ആന്റണി നടത്തിയ പ്രവർത്തനങ്ങളിലെ മതിപ്പ്. സണ്ണി ജോസഫ് ചർച്ചകളിൽ പാർട്ടിയുടെ മുഖം, മികച്ച വാഗ്മി. മലയോര മേഖലയിലും കർഷകർക്കിടയിലും സ്വാധീനം. ബെന്നി ബെഹനാൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി ബന്ധം. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ പ്രവർത്തകർക്കിടയിലും ഈ ഗ്രൂപ്പിലെ രണ്ടാംനിര നേതാക്കൾക്കിടയിലും പ്രിയങ്കരൻ. റോജി എം. ജോൺ യുവമുഖം, ദേശീയ നേതൃത്വവുമായി ബന്ധം. മുൻ എൻഎസ്യു അധ്യക്ഷൻ. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഉപരോധം. റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ട്രംപ്. വാഷിംഗ്ടൺ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയെ ഉപരോധിക്കുമെന്ന മുന്നറിയിപ്പുമായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധിക നികുതി, തീരുവ തുടങ്ങി കർശന സാമ്പത്തിക നടപടികൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. യു.എസ്. പ്രസിഡന്റായി അധികാരമേറ്റെടുത്തു 3-ാം ദിവസമാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉടനടി കരാറിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ യു.എസിനും മറ്റു രാജ്യങ്ങൾക്കും റഷ്യ വിൽക്കുന്ന എല്ലാത്തിനും ഉയർന്ന നികുതിയും തീരുവയും ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഈ യുദ്ധം അവസാനിക്കട്ടെ, നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെ ചെയ്യാം. എളുപ്പവഴിയാണ് എപ്പോഴും നല്ലത്. ഒരു കരാറിലെത്തേണ്ട സമയമാണിത്. ഇനി ഒരു ജീവനും നഷ്ടപ്പെടരുത്, ട്രംപ് കുറിച്ചു. താൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്നായിരുന്നു ട്രംപിന്റെ വാദം. റഷ്യ യുക്രൈൻ ജനത മരിക്കുകയാണ്. അവർ മരിക്കുന്നത് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അത് ചെയ്യിക്കും. 2023 മെയ് മാസത്തിൽ ട്രംപ് പറഞ്ഞതിങ്ങനെ. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ ആക്രമണത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഭൂമി തട്ടിപ്പ് കേസ്. അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. കൊച്ചി ആലുവ ഈസ്റ്റ് വില്ലേജിലെ പാട്ടാവകാശം മാത്രമുള്ള 11.46 ഏക്കർ ഭൂമി നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന ആരോപണത്തിൽ പി.വി. അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. കൊല്ലം സ്വദേശിയായ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണു നടപടി. ആലുവയിൽ നാവികസേനയുടെ ആയുധ സംഭരണശാലയ്ക്ക് സമീപം 99 വർഷത്തേക്ക് ഹോട്ടൽ ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകിയ ഭൂമിയാണു വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ ട്രൈബ്യൂണൽ ലേലത്തിന് വച്ചത്. പി.വി. അൻവർ മാനേജിംഗ് ഡയറക്ടറായ പി.വി.സ് റിയൽറ്റേഴ്സ് ഇന്ത്യ ഭൂമിയുടെ 99 വർഷത്തെ പാട്ടാവകാശം സ്വന്തമാക്കി. ഈ ഭൂമിയാണ് പിന്നീട് സ്വന്തം ഭൂമിയെന്ന നിലയിൽ നിയമവിരുദ്ധമായി നികുതിയടച്ചു സ്വന്തമാക്കിയെന്ന ആരോപണം നേരിടുന്നത്. ഈ ഭൂമി കോയമ്പത്തൂരിലെ എസ്.ബി.ഐ ശാഖയിൽ ഈടുവച്ച് 14 കോടി രൂപ വായ്പയെടുത്തതായും പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. എം.എൽ.എയായിരുന്ന അൻവർ അധികാര ദുർവിനിയോഗവും അഴിമതിയും നടത്തി തട്ടിപ്പു നടത്തിയെന്ന ആരോപണത്തിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. വിജിലൻസ് ഡയറക്ടർ 2024 നവംബർ 19-നാണ് അനുമതി തേടിയത്. ഡിസംബർ 24-നാണ് അനുമതി ലഭിച്ചത്. നിലവിൽ 200 കോടി രൂപയുടെ മൂല്യം സ്ഥലത്തിനും കെട്ടിടത്തിനുമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കെട്ടിടം പൊളിക്കാൻ ആരു വിചാരിച്ചാലും നടക്കില്ല. പി.വി. അൻവർ. ആലുവയിലെ കെട്ടിടം പിണറായി വിജയനല്ല, ആരു വിചാരിച്ചാലും പൊളിച്ചു നീക്കാൻ കഴിയില്ലെന്ന് പി.വി. അൻവർ. ഈ രാജ്യത്ത് നിയമമുണ്ട്. ഡൽഹിയിലെ ട്രൈബ്യൂണലിൽ നിന്നു ലേലത്തിനെടുത്ത വസ്തുവാണത്. അതിന്റെ എല്ലാ രേഖകളും ഇന്ന് മാധ്യമങ്ങളിലൂടെ പൊതുജനത്തിനു മുന്നിൽ ഹാജരാക്കും. അന്വേഷണം നടക്കട്ടെ. പകപോക്കലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് ഇടതുപക്ഷത്തു നിന്ന് പോന്നത്. ആ പകപോക്കൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. അനാവശ്യ കേസ്. ഇഡിക്ക് 1 ലക്ഷം പിഴ. മുംബൈ പൗരന്മാരെ അനാവശ്യമായി കേസിൽ കുരുക്കി പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നിയമാനുസൃതം മാത്രം പ്രവർത്തിക്കണമെന്നും ഇഡിയോട് നിർദ്ദേശിച്ച ബോംബെ ഹൈക്കോടതി അന്വേഷണ ഏജൻസിക്ക് 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. സിവിൽ തർക്കം ക്രിമിനൽ കേസാക്കി കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തിയതിനെയാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത്.
വഞ്ചനക്കേസിൽ വിശദ പരിശോധനയില്ലാതെ ഇ.ഡി. സാമ്പത്തിക കുറ്റകൃത്യത്തിന് കേസെടുത്തെന്ന കെട്ടിട നിർമ്മാതാവ് രാകേഷ് ജെയിനിന്റെ പരാതി സ്വീകരിച്ചാണ് കോടതി ഉത്തരവ്. രാകേഷ് ജെയിനെതിരെ പരാതി നൽകിയ വ്യക്തിക്കും 1 ലക്ഷം രൂപ പിഴ വിധിച്ചിട്ടുണ്ട്. സിവിൽ തർക്കമായി പോലീസ് എഴുതിത്തള്ളിയ പരാതി മറ്റൊരു സ്റ്റേഷനിൽ പരാതിക്കാരൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. കേസെടുത്തത്. പിഴത്തുക 4 ആഴ്ചയ്ക്കുള്ളിൽ ഹൈക്കോടതി ലൈബ്രറിക്ക് നൽകണം. ഇ.ഡിക്ക് അപ്പീൽ നൽകാൻ വിധി 4 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. കുട്ടികളിൽ വോക്കിംഗ് ന്യൂമോണിയ പടരുന്നു. തിരുവനന്തപുരം സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ വോക്കിംഗ് ന്യൂമോണിയ, മൈക്കോപ്ലാസ്മ വ്യാപകമാകുമെന്ന് ഡോക്ടർമാർ. രോഗലക്ഷണങ്ങൾ പുറത്തുവരാൻ വൈകുമെന്നതാണ് ന്യൂമോണിയയിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം. 5 മുതൽ 15 വരെ വയസ്സുകാരെയാണ് നേരത്തെ അസുഖം ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 5 വയസ്സിൽ താഴെയുള്ളവർക്കും പിടിപെടുന്നുണ്ട്. അപൂർവമായി മുതിർന്നവർക്കും രോഗം വരാം. ലക്ഷണങ്ങൾ: ചെറിയ പനി, നീണ്ടുനിൽക്കുന്ന ചുമ, ശ്വാസതടസ്സം, തൊണ്ടവേദന, തൊലിപ്പുറത്ത് തിണർപ്പ് എന്നിവയൊക്കെ ഉണ്ടാകാം. 5 ദിവസത്തിൽ കൂടുതൽ ചുമ നീണ്ടുനിന്നാൽ ഡോക്ടറെ കാണണം. പകരുന്നത്: സമ്പർക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് രോഗം പകരുന്നത്. രോഗബാധിതർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ബാക്ടീരിയ ശ്വാസകോശത്തുള്ളികളിലൂടെ പടരും. മറ്റു രോഗങ്ങളുള്ള കുട്ടികൾ മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഉചിതം. കുട്ടിയുടേതു പെരുമാറ്റ പ്രശ്നം ചേർത്ത് നിർത്താൻ PTA കുമരനെല്ലൂർ, പാലക്കാട് മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിനു പ്രിൻസിപ്പലിനെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകും. കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നത്തിന് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും സ്കൂളിന്റെ ഭാഗമാക്കി ചേർത്ത് നിർത്താനും അധ്യാപക രക്ഷാകർതൃ സമിതി PTA തീരുമാനിച്ചു. സംഭവിച്ച കാര്യങ്ങളിൽ കുട്ടിക്കു പശ്ചാത്താപമുണ്ടെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നു പോലീസിനോടും അധ്യാപകരോടും പറഞ്ഞെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അസാധാരണ പ്രതികരണമാണ് ആ സമയത്തുണ്ടായത്. ആ സാഹചര്യത്തിലാണ് വീഡിയോയിൽ പകർത്തിയതും പിടിയുടെയും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെയും SMC നിർദ്ദേശപ്രകാരം കുട്ടിയുടെ പിതാവിന് ദൃശ്യങ്ങൾ കൈമാറിയതും. ശാന്തനാകുന്ന സമയത്തു കുട്ടിയെ തന്നെ ദൃശ്യങ്ങൾ കാണിച്ചു ബോധ്യപ്പെടുത്തി നേർവഴിയിലെത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വീഡിയോ പ്രചരിപ്പിച്ചത് തങ്ങളല്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. സ്കൂളിൽ നടന്ന സംഭവം ഉന്നത അധികൃതരെയും PTA, SMC ഭാരവാഹികളെയും പോലീസിനെയും അറിയിച്ചിരുന്നുവെന്ന് പ്രിൻസിപ്പൽ AK അനിൽകുമാർ പറഞ്ഞു. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിവരങ്ങളും കൈമാറി. അതേസമയം മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതും വീഡിയോ സമൂഹമാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും പ്രചരിച്ചതും അന്വേഷിച്ചു റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശിച്ചു. ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷം. കോടഞ്ചേരി ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ ജനുവരി 23, 24 തീയതികളിലായി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ജനുവരി 23 വ്യാഴാഴ്ച പകൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടത്തും. വൈകുന്നേരം 8 മണിക്ക് പ്രശസ്ത സിനിമാ സീരിയൽ നടനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കലാഭവൻ ജിൻഡുയുടെ നേതൃത്വത്തിൽ മ്യൂസിക്കൽ മെഗാഷോയും ഉണ്ടാകും. 24-ന് 5 മണിക്ക് സ്കൂൾ വാർഷികാഘോഷവും സമാപന സമ്മേളനവും നടത്തുന്നു. സാംസ്കാരിക സമ്മേളനം പട്ടികജാതി വർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യുന്നു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, താമരശ്ശേരി AO വിനോദ്കുമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഹെഡ്മാസ്റ്റർ സുരേഷ് തോമസ്, PTA പ്രസിഡന്റ് ടോണി പന്തലാടി, ജൂബിലി കമ്മിറ്റി ചെയർമാൻ ജോസ് പെരുമ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. വാഴക്കുല മോഷ്ടിക്കുന്നതിനിടയിൽ നാട്ടുകാരറിഞ്ഞു. വാഹനമടക്കം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. കോടഞ്ചേരി വേളങ്കോട് പള്ളിയുടെ താഴെ വയലിൽ കൃഷി ചെയ്തിരുന്ന വാഴത്തോട്ടത്തിൽ നിന്ന് വാഴക്കുല അടിച്ചു മാറ്റുന്നതിനാണ് മോഷ്ടാക്കളെത്തിയത്. വാഴക്കുല വെട്ടിയെടുത്ത് കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ശബ്ദം കേട്ട് പരിസരവാസികൾ തോട്ടത്തിലേക്ക് എത്തി. നാട്ടുകാർ അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ മോഷ്ടാക്കൾ സ്ഥലത്തുനിന്നും കടന്നുകളഞ്ഞു. ഓടുന്നതിനിടയിൽ വെട്ടിവെച്ച കുലയും മൊബൈൽ ഫോണും വന്ന വാഹനവും ഉപേക്ഷിച്ചാണ് മോഷ്ടാക്കൾ കടന്നുകളഞ്ഞത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് കോടഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഈ പ്രദേശത്ത് സ്ഥിരമായി മോഷണം നടക്കുന്നതായി നാട്ടുകാർ പരാതി പറയുന്നു. പ്രദേശത്തെ അനവധി ആളുകളുടെ വാഴക്കുലയും അടക്കയും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. കോടഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം അറിയിപ്പ്. കോടഞ്ചേരി ഇന്ന് 2025 ജനുവരി 23 വ്യാഴം കോടഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഗർഭാശയകള ക്യാൻസർ പരിശോധന രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. OP ടിക്കറ്റ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. കോടഞ്ചേരി പാത്തിപ്പാറ കാവാടുതടത്തിൽ പരേതനായ KD വർഗീസിന്റെ ഭാര്യ തങ്കമ്മ 84 നിര്യാതയായി. സംസ്കാരം ഇന്ന് വ്യാഴം 2025 ജനുവരി 23 വൈകുന്നേരം 4-ന് മഞ്ഞുമല സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. മക്കൾ ഗ്രേസി, ജോണി, പരേതനായ സണ്ണി, മോളി, സ്റ്റെലി, തോമസ്, തങ്കച്ചൻ, CB. മരുമക്കൾ കുര്യാക്കോസ് കല്ലുങ്കൽ, തിരുവമ്പാടി സാലി ഇരുണ്ടാങ്കൽ, കണ്ണോത്ത് ലിസ്സി പുളിക്കപ്പതലിൽ, മൈലല്ലാമ്പാറ ജെയിംസ് പുതുപ്പറമ്പിൽ, പന്തിരിക്കര സ്റ്റെല്ല വാണിയമ്പറമ്പിൽ, നെല്ലിപ്പൊയിൽ ജിഷ കല്ലുപറമ്പിൽ, ചിപ്പിലിത്തോട് സിനി ചിറ്റിക്കാട്ടിൽ, ഈങ്ങാപ്പുഴ. കോടഞ്ചേരി നെല്ലിപ്പൊയിൽ കോഴിപ്പാടത്ത് പൈലി 78 നിര്യാതനായി.
സംസ്കാരം ഇന്ന് 23 ജനുവരി 25 വ്യാഴം രാവിലെ 9-ന് മഞ്ഞുവേൽ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ. ഭാര്യ അമ്മിനി പട്ടേരി കുടുംബാംഗം. മക്കൾ ജാൻസി, വിൻസി, ജിൽസൺ. മരുമക്കൾ ചാക്കോ അറക്കൽ, ജോർജ് തയ്യിൽ, ജോബി പല്ലശ്ശേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.